Good morning. Welcome to my YouTube channel Physics Searcher. ഫിംഗർ സെർച്ചർ പി എസ് സി എക്സാമിന് വേണ്ടിയുള്ള ടോപ്പിക്സാണ് ഞാനിപ്പോൾ ഇടാൻ പോകുന്നത്. ആദ്യം ഇലക്ട്രോണിക്സിൻ്റെ റെക്ടിഫയേഴ്സാണ് എടുക്കുന്നത്. റെക്ടിഫയേഴ്സ് എന്ന് കഴിഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാലറിയാം റെക്ടിഫയേഴ്സ് എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. സോ ഇനിയും അതിൽ നിന്നും ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം റെക്ടിഫയേഴ്സ് എന്താണെന്ന് നോക്കാം. റെക്ടിഫയർ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടാണ്. ആ സർക്യൂട്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. എ സിയെ ഡി സിയിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. എ സി എന്ത് ചെയ്യുന്നു? ഡി സിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഡി സിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഡി സി വോൾട്ടേജ് എന്ന് പറയുന്നത് ഒരു പൾസേറ്റിംഗ് ഡി സി വോൾട്ടേജ് ആയിരിക്കും. എങ്ങനത്തെ ആയിരിക്കും? ഒരു പൾസേറ്റിംഗ് ഡി സി വോൾട്ടേജ് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടായി കിട്ടുക. അപ്പോൾ നമ്മൾ എ സി വോൾട്ടേജ് ഇൻപുട്ടായി കൊടുക്കുന്നു, നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും? ഒരു പൾസേറ്റിംഗ് ഡി സി വോൾട്ടേജ് ആയിട്ടായിരിക്കും ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇനി റെക്ടിഫയേഴ്സ് പലതരമുണ്ട്. ബേസിക്കലി നമ്മൾ ഹാഫ് വേവ് റെക്ടിഫയറും ഫുൾ വേവ് റെക്ടിഫയേഴ്സുമാണ് കണ്ടിട്ടുള്ളത്. എന്നാലും അല്ലാതെ രണ്ട് ടൈപ്പ് കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. ഫുൾ വേവ് ബ്രിഡ്ജ് സർക്യൂട്ടും വോൾട്ടേജ് മൾട്ടിപ്ലയർ സർക്യൂട്ടും. പഠിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതലും 3 കണ്ടൻറ്റാണ് പഠിക്കുന്നത്. ഏതൊക്കെയാണ്? ഹാഫ് വേവ് റെക്ടിഫയർ പഠിക്കും, ഫുൾ വേവ്, ദെൻ ബ്രിഡ്ജ് സർക്യൂട്ട്. ഇനി ഹാഫ് വേവ് റെക്ടിഫയർ ആ പേരിൽ നിന്ന് തന്നെ ഉണ്ട്. എന്താണ്? ഹാഫ് പോർഷൻ മാത്രം റെക്ടിഫൈ ചെയ്ത് വരുന്ന ഒരു സർക്യൂട്ട്. അപ്പം നമുക്ക് എന്താ ഹാഫ് വേവ് റെക്ടിഫയേഴ്സിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ ഹാഫ് വേവ് റെക്ടിഫയേഴ്സിൻ്റെ സർക്യൂട്ട് നോക്കൂ. ഹാഫ് വേവ് റെക്ടിഫയർ. അപ്പം ഞാൻ പറഞ്ഞു പേര് പോലെ തന്നെ ഹാഫ് പോർഷനാണ് എന്ത് ചെയ്യുന്നത്? റെക്ടിഫൈ ചെയ്ത് വരുന്നത്. ഈ സർക്യൂട്ടിനകത്ത് നോക്കിയാൽ അറിയാം ഒരു ഇൻപുട്ട് സിഗ്നൽ ഉണ്ട്. ആ ഇൻപുട്ട് സിഗ്നൽ കൂടാതെ നമുക്ക് ഒരു ഡയോഡുണ്ട്, ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ റെസിസ്റ്റൻസ് ലോഡ് റെസിസ്റ്റൻസ് ആണ്. ഈ ലോഡ് റെസിസ്റ്റൻസിന് എക്രോസ് ആയിട്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഔട്ട്പുട്ട് എടുക്കുന്നത്. ലോഡ് റെസിസ്റ്റൻസിന് എക്രോസ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഔട്ട്പുട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ ഡയോഡും റെസിസ്റ്റൻസും എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? സീരീസ് കണക്ഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ സീരീസ് കണക്ഷനിൽ നമ്മൾ ഡയോഡും റെസിസ്റ്റൻസും കണക്ട് ചെയ്യുന്നു. ഒരു ഇൻപുട്ട് വോൾട്ടേജ് സീരീസായി തന്നെ കൊടുക്കുന്നു. ഇനി നമുക്ക് നോക്കിയാൽ അറിയാം ഇൻപുട്ട് സിഗ്നൽ വി എം എന്ന് കാണിച്ചിട്ടുണ്ട്. ഇൻപുട്ട് സിഗ്നൽ ഒരു എ സി സിഗ്നലാണ്. ആ വി എം എന്ന് പറഞ്ഞിരിക്കുന്ന സിഗ്നലിൽ ആദ്യം നോക്കൂ എന്താണ് അതിൻ്റെ വർക്കിംഗ് എന്ന് നോക്കാം. ആദ്യം ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. ഓർക്കണം, ഇത് ഹാഫ് വേവ് റെക്ടിഫയർ ആണ്. അപ്പോൾ ആദ്യം നമുക്ക് പാർട്ട് ബൈ പാർട്ടായിട്ട് എന്ത് ചെയ്യാനൊക്കെയുള്ളൂ? ഇൻപുട്ട് കൊടുക്കാനൊക്കെയുള്ളൂ. അപ്പോൾ ആദ്യത്തെ ഹാഫ് സൈക്കിൾ നോക്കാം. ആദ്യം ഈ പോർഷൻ തൊട്ട് ഇതുവരെയുള്ള പോസിറ്റീവ് ഹാഫ് സൈക്കിളാണ് ഞാനിവിടെ ഈ സർക്യൂട്ടിനകത്തേക്ക് അയക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കൊടുക്കുന്ന പോസിറ്റീവ് സൈക്കിൾ ആദ്യം ഈ സർക്യൂട്ടിൽ വരുന്നു. സർക്യൂട്ടിനകത്ത് ഇവിടെയാണ് ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുന്നത്. ഈ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നൽ നേരെ ഡയോഡിലെത്തും. ഡയോഡിലെത്തുമ്പോൾ ഡയോഡ് എന്തായി മാറും? പോസിറ്റീവ് സിഗ്നലിലേ വരുന്നത്. ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് ആവും. ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് ആക്കിയ എന്താണ് അവസ്ഥ? അതുവഴി കറണ്ട് ഫ്ലോ ചെയ്യുമല്ലോ. കറണ്ട് ഫ്ലോ ചെയ്യുന്നതിനോടൊപ്പം ഇവിടെ ഉള്ള RLൽ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. അവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. അപ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് വി എമ്മും കിട്ടും, ഐ എമ്മും കിട്ടും. വി എം എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന ഇവിടെ ഉണ്ടാവുന്ന വി എം, ഇതാണ് ഐ എം. അതായത് അവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ് വി എം എന്നും ഇവിടെ ഉണ്ടാകുന്ന ഇവിടെ ഉണ്ടായ കറണ്ട് എന്ന് പറയുന്നത് ഐ എമ്മും ആണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പോസിറ്റീവ് സിഗ്നൽ കൊടുത്തു. പോസിറ്റീവ് സിഗ്നൽ കൊടുത്തപ്പോൾ നമുക്ക് എന്തായി? ഡയോഡ് ഫോർവേഡ് ബയാസ്ഡായി. ഫോർവേഡ് ബയാസ്ഡ് എന്ന് പറഞ്ഞാൽ അറിയാം ഡയോഡ് ഓൺ സ്റ്റേറ്റിലാണ്. അപ്പോൾ ഡയോഡ് ഓൺ സ്റ്റേറ്റിലായപ്പോൾ എന്ത് ചെയ്തു? നമുക്ക് അതുവഴി അവിടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്തു. ആ കറണ്ട് ഫ്ലോ ചെയ്യുന്നതിൻ്റെ ഭാഗമായി RLൽ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവുന്നു. ആ വോൾട്ടേജ് ഡ്രോപ്പ് വഴി നമുക്ക് എന്ത് ചെയ്യുന്നു? ഔട്ട്പുട്ട് കിട്ടുന്നു.
അപ്പോൾ നമുക്കറിയാം റെക്ടിഫയറിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ എ സി വോൾട്ടേജ് കൊടുക്കുക, DC വോൾട്ടേജായി ഔട്ട്പുട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് കിട്ടിയല്ലോ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് ആവുകയും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുകയും ചെയ്യും. അടുത്തത് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. നെഗറ്റീവ് ഹാഫ് സൈക്കിളിലേക്ക് ഇൻപുട്ട് നമ്മൾ കടത്തിവിടുകയാണ്. കടത്തിവിടുമ്പോൾ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ അല്ലേ, അപ്പോൾ ഡയോഡ് എന്ത് ചെയ്യും? റിവേഴ്സ് ബയാസ്ഡ് ആവും. ഡയോഡ് റിവേഴ്സ് ബയാസ്ഡ് ആവുക എന്ന് പറഞ്ഞാൽ അതുവഴി കറണ്ട് ഫ്ലോ ചെയ്യുമോ? ഇല്ല, അതുവഴി കറണ്ട് ഫ്ലോ ചെയ്യുകയില്ല. കറണ്ട് ഫ്ലോ ചെയ്താലല്ലേ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. അപ്പോൾ നോ വോൾട്ടേജ് ഡ്രോപ്പ് ആൻഡ് നോ കറണ്ട് ഫ്ലോ. അതുവഴി കറണ്ട് ഫ്ലോയും ഇല്ല, അതുവഴി വോൾട്ടേജ് ഡ്രോപ്പും ഇല്ല. അപ്പോൾ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡയോഡ് റിവേഴ്സ് ബയാസ്ഡ് ആവുമ്പോൾ ഡയോഡ് ഓഫ് സ്റ്റേറ്റിലായിരിക്കും. ഓഫ് സ്റ്റേറ്റിലായിരിക്കുമ്പോൾ അതുവഴി കറണ്ട് ഫ്ലോയും ഇല്ല, അതുവഴി വോൾട്ടേജ് ഡ്രോപ്പും ഇല്ല. ഇനി ആ പോയിന്റിനെ ഇങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നെഗറ്റീവ് ഇൻപുട്ട് ഹാഫ് സൈക്കിൾ ഈസ് സപ്രസ്ഡ്. നോക്കൂ, നമ്മളിവിടെ കൊടുത്ത സിഗ്നലിൽ ഇൻപുട്ട് കൊടുത്തു. ആദ്യം പോസിറ്റീവ് കൊടുത്തു, ഔട്ട്പുട്ട് കിട്ടി, VM കിട്ടി, IM കിട്ടി. അടുത്ത നെഗറ്റീവ് കൊടുത്തു, VM കിട്ടിയോ? ഇല്ല. ഇൻപുട്ട് വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടിയോ? ഇൻപുട്ട് വോൾട്ടേജ് കൊടുത്തിട്ട് ഇല്ല. ഔട്ട്പുട്ട് കറണ്ടും ഇല്ല. ഇനി ഔട്ട്പുട്ട് എങ്ങനെയുള്ള ഔട്ട്പുട്ടാണ് നമുക്ക് നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ നിന്ന് കിട്ടുക എന്നതിനെയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു പൾസേറ്റിംഗ് DC വേവ് ആയിരിക്കും. AC DC ആക്കുക എന്നതാണ് റെക്ടിഫയറിൻ്റെ യൂസ്. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ പൾസേറ്റിംഗ് DC വേവ് ആയിരിക്കും. അതുപോലെ തന്നെ ഇതിന് റിപ്പിൾ ഫ്രീക്വൻസിയും ഉണ്ടാവും. ഈ റിപ്പിൾ ഫ്രീക്വൻസി എന്താണ് നമ്മൾ താഴെ പറയുന്നുണ്ട്. അടുത്തറിയേണ്ടത് ഇതിൻ്റെയൊക്കെ കുറച്ച് ആവറേജ് വാല്യൂസാണ്. അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ അറിയണം. നമ്മൾ ഈ സിഗ്നലിലൊക്കെ കണ്ടില്ലേ VM എന്നൊക്കെ എഴുതിയിരിക്കുന്നത്? നോക്കൂ, VM ഔട്ട്പുട്ടിൽ VM എന്ന് എഴുതിയിരിക്കുന്നു, ഇവിടെ IM എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് അറിയണ്ടേ? അതിന് വേണ്ടി ആദ്യം നമുക്ക് കുറച്ച് വാല്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. VM അതായത് നമ്മൾ ഈ കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജിൻ്റെ മാക്സിമമാണ് VM എന്ന് പറയുന്നത്. സപ്ലൈ വോൾട്ടേജിൻ്റെ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ആണ് VRMS എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്ന, അതായത് ഔട്ട്പുട്ടിൽ അഥവാ ലോഡിൽ നമുക്ക് കിട്ടുന്ന കറണ്ടിൻ്റെ മാക്സിമം വാല്യൂ ആണ് IM എന്ന് പറയുന്നത്. IM. അതുപോലെ ലോഡിൽ കിട്ടുന്ന RMS കറണ്ടാണ് IRMS എന്ന് പറയുന്നത്. ഇനി നമുക്ക് ലോഡിൽ ഒരു വോൾട്ടേജ് കിട്ടുമല്ലോ, ആ വോൾട്ടേജിൻ്റെ ആവറേജിനെ വിളിക്കുന്നതാണ് VDC. കാരണം ഔട്ട്പുട്ടിൽ നമുക്ക് AC DC ആക്കിയുള്ള വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പോൾ വോൾട്ടേജ് എന്ന് പറയുന്നത് DC വോൾട്ടേജ് ആയിരിക്കുമല്ലോ. അപ്പോൾ ആവറേജ് DC വോൾട്ടേജ് അക്രോസ് ദ ലോഡ് VDC. അതുപോലെ ലോഡിൽ നിന്ന് കിട്ടുന്ന ആവറേജ് DC കറണ്ടാണ് IDC എന്ന് പറയുന്നത്. വോൾട്ടേജിൻ്റെ VRMS ആണ് IRMS എന്ന് പറയുന്നത്. ഔട്ട്പുട്ടിൽ കിട്ടുന്ന കറണ്ടിൻ്റെ മാക്സിമമാണ് IM. അതുപോലെ ഔട്ട്പുട്ടിൽ കിട്ടുന്ന, അതായത് ലോഡിൽ കിട്ടുന്ന കറണ്ടിൻ്റെ RMS ആണ് IRMS. അതുപോലെ ലോഡിൽ നിന്ന് കിട്ടുന്ന വോൾട്ടേജ് DC വോൾട്ടേജിൻ്റെ ആവറേജ് ആണ് VDS. ലോഡിൽ നിന്ന് കിട്ടുന്ന DC കറണ്ടിൻ്റെ ആവറേജ് ആണ് IDC. ഇനി എന്താണ് VDC എന്ന് നോക്കാം. VDC എന്താ? ആവറേജ് DC വോൾട്ടേജ് അക്രോസ് ലോഡ്. VDC എന്ന് പറയുന്നത് VM, നമ്മൾ കൊടുക്കുന്ന സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിൻ്റെ മാക്സിമം വാല്യൂ. VM ഡിവൈഡഡ് ബൈ പൈ എന്തിനായിരിക്കും കൊടുക്കുക? ഇവിടെ നോക്കൂ, നമുക്ക് കിട്ടിയ ആ ഒരു പോസിറ്റീവ് ഹാഫിൻ്റെ റേഞ്ച് ഏത് വരെയാണ്? 0 to π വരെയല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ആ പൈ കൊടുത്തിരിക്കുന്നത്. സോ VM/π ആണ് VDC എന്ന് പറയുന്നത്. ഇനി ആ VMനെ മാറ്റി നിർത്തിയാൽ 1/π. പൈ എത്രയാണ്? 1/3.14 ആണ് പൈ എന്ന് പറയുന്നത്. അപ്പോൾ 1/3.14 ചെയ്യുന്ന സമയത്ത് നമുക്ക് 0.318 എന്ന് കിട്ടും. അപ്പോൾ 0.318 ഇൻറ്റു VM ആണ് VDC എന്ന് പറയുന്നത്. അടുത്തത് IDC. IDC എന്ന് പറഞ്ഞാൽ I എന്താ? ഓംസ് ലോ വെച്ച് നമുക്കറിയാം I എന്ന് പറയുന്നത് V/R അല്ലേ? അത് തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. അവിടെ Iയുടെ കൂടെ ഒരു DC, Rൻ്റെ കൂടെ ഒരു L, Vയുടെ കൂടെ വേറൊരു DC, ഇതൊക്കെ സഫിക്സ് ചേർത്തിരിക്കുന്നത്
മാത്രമേ ഉള്ളൂ. അല്ലാതെ ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ എന്നുള്ള ആ ഒരു കണ്ടൻറ്റ് മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഐ ഡി സി എന്ന് പറയുന്നത് വി ഡി സി ഡിവൈഡഡ് ബൈ ആർ എൽ ആണ്. സോ ഐ ഡി സിക്ക് പകരം നമ്മൾ നേരത്തെ ഇവിടെ കണ്ടു എന്താ, വി എം ബൈ പൈ ആണ് വി എം ബൈ പൈ ആണ് വി ഡി സി എന്ന് പറയുന്നത്. അപ്പോൾ ഐ ഡി സി ഈസ് ഈക്വൽ ടു വി ഡി സി ബൈ ആർ എൽ അഥവാ വി എം ബൈ പൈ ആർ എൽ. വി എം ബൈ പൈ ആർ എൽ. ഇനി വി എം ബൈ പൈ നമുക്കറിയാം എത്രയാണ്, 0.318 അല്ലേ, ഇൻറ്റു വി എം ആണ്, ഡിവൈഡഡ് ബൈ ആർ എൽ. ഇനി ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം, ഈ വി എം ബൈ ആർ എൽ എന്ന് പറയുന്നത് ഐ എം ആണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്തായി മാറും, ഐ ഡി സിയുടെ വാല്യൂ ഒന്നുകിൽ 0.318 ഇൻറ്റു വി എം ബൈ പൈയോ അല്ലെങ്കിൽ 3.318 ഐ എം എന്നോ ആയിരിക്കും. അപ്പോൾ വി ഡി സി കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചാൽ ഒന്നുകിൽ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ 0.318 ഇൻറ്റു വി എം ബൈ ആർ എൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ 0.318 ഇൻറ്റു ഐ എം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയോ ചെയ്യണം. ഐ ഡി സി കണ്ടുപിടിക്കണം, ഐ എം തന്നിട്ടുണ്ടെങ്കിൽ 0.318 ഇൻറ്റു ഐ എം നമുക്ക് കൊടുക്കാം. അതുപോലെ ഐ ഡി സി കണ്ടുപിടിക്കണം, വി എമ്മും ആർ എല്ലും തന്നിട്ടുണ്ടെങ്കിൽ 0.318 ഇൻറ്റു വി എം ബൈ ആർ എൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഇനി വേറൊന്ന് ശ്രദ്ധിച്ചേ, വി എം നമുക്കറിയാം മാക്സിമം സപ്ലൈ വോൾട്ടേജ് ആണ് വി എം എന്ന് പറയുന്നത്. ഇനി വി ആർ എം എസ് എന്ന് പറയുന്നത് സപ്ലൈ വോൾട്ടേജിൻ്റെ ആർ എം എസ് വാല്യൂ ആണ്. അപ്പോൾ അവർ തമ്മിലൊരു റിലേഷൻ ഉണ്ട്, വി എം ഇസ് ഈക്വൽ ടു √2 ഇൻറ്റു വി ആർ എം എസ്. വി എം ഇസ് ഈക്വൽ ടു √2 ഇൻറ്റു വി ആർ എം എസ്. അപ്പോൾ ഐ ഡി സി എനിക്ക് വി എമ്മും ആർ എല്ലിനും പകരം വി ആർ എം എസും ആർ എല്ലും തന്നാൽ എനിക്ക് കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ എന്ത് ചെയ്യും, അതായത് ഐ ഡി സി എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യണം, വി എമ്മോ ഐ എമ്മോ ആർ എല്ലോ ഒക്കെ തന്നിരിക്കുമ്പോൾ കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് നമ്മൾ ഇവിടെ കണ്ടത്. ഇനി ഈ വി എമ്മിന് പകരം വി ആർ എം എസ് ആണ് തരുന്നതെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കും, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഐ ഡി സി ഇസ് ഈക്വൽ ടു 0.318 വി എം ബൈ ആർ എൽ. അവിടെ വി എമ്മിന് പകരം √2 ടൈംസ് വി ആർ എം എസ് കൊടുക്കണം, വി എമ്മിന് പകരം √2 ടൈംസ് വി ആർ എം എസ് കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും, ഐ ഡി സി ഇസ് ഈക്വൽ ടു 0.318 ഇൻറ്റു √2 ഇൻറ്റു വി ആർ എം എസ് ഡിവൈഡഡ് ബൈ ആർ എൽ എന്ന് കിട്ടും. എങ്ങനെയാണ്, അതായത് ഇപ്പം നമ്മൾ പറഞ്ഞത് ഐ ഡി സി കാൽക്കുലേറ്റ് ചെയ്യാൻ വി എമ്മും ആർ എല്ലും തന്നിരുന്നാൽ നമ്മൾ എന്ത് കൊടുക്കും, 0.318 ഇൻറ്റു വി എം ബൈ ആർ എൽ എന്ന് കൊടുക്കും. ഐ ഡി സി കണ്ടുപിടിക്കണം, ഐ എം തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം, 0.318 ഇൻറ്റു ഐ എം എന്നും കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി ഐ ഡി സി കണ്ടുപിടിക്കണം, പക്ഷേ വി എമ്മിന് പകരം വി ആർ എം എസും ആർ എല്ലുമാണ് തന്നിരിക്കുന്നതെങ്കിൽ ഐ ഡി സി ഇസ് ഈക്വൽ ടു വി എമ്മിന് പകരം ഞാൻ വി ആർ എം എസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്ന വാല്യൂ എന്താണ്, 0.45 വി ആർ എം എസ് ഡിവൈഡഡ് ബൈ ആർ എൽ. വേറൊന്നുമല്ല, ഈ വി എമ്മിന് വി ആർ എം എസും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് വി എം ഇസ് ഈക്വൽ ടു √2 ടൈംസ് വി ആർ എം എസ് ആണ്. അപ്പോൾ ഐ ഡി സി എന്ന് പറയുന്നത് 0.45 വി ആർ എം എസ് ഡിവൈഡഡ് ബൈ ആർ എൽ ആണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത്, ഇനി കറണ്ടിൻ്റെ ആർ എം എസ് വാല്യൂ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ഐ ആർ എം എസ് എന്ന് പറയുന്നത് ഐ എം ഡിവൈഡഡ് ബൈ 2 ആണ്. ഐ എം എന്ന് പറയുന്നത് മാക്സിമം കറണ്ട് വാല്യൂ സപ്ലൈഡ് ബൈ എ മാക്സിമം കറണ്ട് വാല്യൂ ആണ്, മാക്സിമം കറണ്ട് വാല്യൂ സപ്ലൈഡ് ത്രൂ ദിസ് ലോഡ് റെസിസ്റ്റൻസ്. അപ്പോൾ ഐ ആർ എം എസ് ഇസ് ഈക്വൽ ടു ഐ എം ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.5 ഐ എം. അപ്പോൾ നമ്മൾ എന്തൊക്കെ കണ്ടുപിടിച്ചു, വി ഡി എസ് കണ്ടുപിടിച്ചു, ഐ ഡി എസ് 3 രീതിയിൽ കണ്ടുപിടിച്ചു, പിന്നെ ഐ ആർ എം എസ് കണ്ടുപിടിച്ചു. നെക്സ്റ്റ് ഫോം ഫാക്ടർ. എന്താ ഫോം ഫാക്ടർ എന്ന് പറഞ്ഞാൽ, ഫോം ഫാക്ടർ എന്ന് പറഞ്ഞാൽ ആർ എം എസ് വാല്യൂ, കറണ്ടിൻ്റെ ആർ എം എസ് വാല്യൂ നമുക്ക് കിട്ടിയില്ലേ, ഐ എം ബൈ 2 അഥവാ 0.5 ഇൻറ്റു ഐ എം ഡിവൈഡഡ് ബൈ ആവറേജ് വാല്യൂ ഓഫ് കറണ്ട്. ആവറേജ് വാല്യൂ ഓഫ് കറണ്ട് നമ്മൾ കണ്ടുപിടിച്ചു, എത്രയാണ്, 0.318 ഇൻറ്റു ഐ എം. അപ്പോൾ അത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഫോം ഫാക്ടർ. അപ്പോൾ ഫോം ഫാക്ടറിൻ്റെ വാല്യൂ ഒന്ന് അറിഞ്ഞിരിക്കണം, കാണാതെ
1.57 എന്നുള്ളത്. ഫോം ഫാക്ടർ ഓഫ് ഹാഫ് വേവ് റെക്ടിഫയർ 1.57. അടുത്ത റിപ്പിൾ ഫാക്ടർ, നമ്മൾ നേരത്തെ കണ്ട ഔട്ട്പുട്ട് പൾസേറ്റിംഗ് ആയിരിക്കും, അതുപോലെ ഒരു റിപ്പിൾ ഫ്രീക്വൻസി ഉണ്ടായിരിക്കും. അപ്പോൾ ആ റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത്, ഹാഫ് വേവിൻ്റെ റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത് 1.21 ആണ്. ഇനി വി എമ്മും വി ഡി സിയും തമ്മിലുള്ള റിലേഷനാണ് ഈ തന്നിരിക്കുന്നത്, അതും കാണാതെ അറിഞ്ഞിരിക്കണം. വി എം ഡിവൈഡഡ് ബൈ വി ഡി സി ആണേ. വി എം ഡിവൈഡഡ് ബൈ വി ഡി സി ഈസ് ഈക്വൽ ടു 1 + √3 ടൈംസ് ഗാമ. ഇവിടെ ഗാമ എന്ന് പറഞ്ഞാൽ റിപ്പിൾ ഫാക്ടർ. 1 + √3 ടൈംസ് ഗാമ. ഇതായിരുന്നു കഴിഞ്ഞ PSC എക്സാമിന് ഉണ്ടായിരുന്ന ചോദ്യം. എഫിഷ്യൻസി, ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ. അതായത് DC പവർ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻപുട്ട് പവർ. അതെത്രയാണ്? 40.6% ആണ് എഫിഷ്യൻസി, ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് കാണാതെ അറിഞ്ഞിരിക്കണം. ഏതാ? ഫോം ഫാക്ടർ 1.57 എന്നുള്ള വാല്യൂ കാണാതെ അറിഞ്ഞിരിക്കണം. റിപ്പിൾ ഫാക്ടർ 1.21 എന്നുള്ളത് കാണാതെ അറിഞ്ഞിരിക്കണം. ദെൻ റിലേഷൻ 1 + √3 VM ബൈ വി ഡി സിയുടെ റിലേഷൻ ഇസ് ഈക്വൽ ടു 1 + √3 ഇൻറ്റു ഗാമ റിപ്പിൾ ഫാക്ടർ. ദെൻ എഫിഷ്യൻസി ഓഫ് എ ഹാഫ് വേവ് റെക്ടിഫയർ, അതും കാണാതെ അറിഞ്ഞിരിക്കണം, 40.6% എന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് ഹാഫ് വേവ് റെക്ടിഫയറിനെ കുറിച്ച് ഉള്ള ഫുൾ കണ്ടൻറ്റ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത ക്ലാസ്സുകൾ ഞാൻ വഴിയേ ഇടും. ഈ ക്ലാസ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാതെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നാൽ മാത്രമേ എന്തെങ്കിലും മനസ്സിലാവുകയുള്ളൂ. താങ്ക് യു.